ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പഠിപ്പിര എ ടു സെറ്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടറ്റ് എക്സാമുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതുവരെ പഠിപ്പിര എ ടു സെറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. കേട്ടറ്റുമായി റിലേറ്റ് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി 3 മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് ടോപ്പിക്സ് ആണ്. കാറ്റഗറി 3യിലെ മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. ഫസ്റ്റ് പ്രോബ്ലം, 6, 10, 14 എന്നിങ്ങനെയുള്ള സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്നിങ്ങനെയുള്ള സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? ഓപ്ഷൻ എ 190, ഓപ്ഷൻ ബി 200, ഓപ്ഷൻ സി 180, ഓപ്ഷൻ ഡി 210. എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യുന്നത്? അതാണ് നെക്സ്റ്റ് സെഷനിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് കേൾക്കുക. 6, 10, 14 എന്ന സമാന്തര ശ്രേണിയുടെയും 15, 19, 23 എന്ന സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസം കാണുക എന്നതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് x1, x2, xn ശ്രേണി ശ്രദ്ധിക്കുക. x1, x2, xn എന്നാണ് സമാന്തര ശ്രേണി. അങ്ങനെയാണെങ്കിൽ ആ സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ തുക എങ്ങനെയാണ് കാണുക? n പദങ്ങളുടെ തുക ഇക്വേഷൻ ഓർത്തു വയ്ക്കുക. n/2 into x1 plus xn. അതായത് x1 എന്നുള്ളത് ആദ്യ പദം, ഫസ്റ്റ് ആദ്യ പദം, xn എന്നുള്ളത് n-ാം പദം. ഈ ഇക്വേഷൻ ഓർത്തു വെക്കുക. x1, x2, xn ഇതാണ് ശ്രേണി എങ്കിൽ ഓക്കെ, n പദങ്ങളുടെ തുക, n പദങ്ങളുടെ തുക, അതായത് 20 ആണെങ്കിൽ 20 പദങ്ങളുടെ തുക, 10 ആണെങ്കിൽ 10 പദങ്ങളുടെ തുക. അങ്ങനെ അതായത് x1, x2, xn എന്നീ ശ്രേണിയുടെ n പദങ്ങളുടെ തുക എങ്ങനെയാണ് കാണുക? ഇക്വേഷൻ ഓർത്ത് വെക്കുക. n പദങ്ങളുടെ തുക ഈക്വൽ ടു n/2 into x1 plus xn. x1 എന്നുള്ളത് ആദ്യ പദം, xn എന്നുള്ളത് n-ാം പദം. ഇനി n-ാം പദം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? xn ഈക്വൽ ടു, അതിന് ഒരു ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ എന്തായാലും മനസ്സിലുണ്ടായാൽ മാത്രമേ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയൂ. xn എന്നുള്ളത് x1 plus n-1 into d. ഇതിൽ x1 എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ആദ്യ പദം തന്നെ, n എന്നുള്ളത് എത്രാമത്തെ പദം? 20 പദങ്ങളിലാണെങ്കിൽ 20-ാം പദം കാണാനാണെങ്കിൽ n എന്നുള്ളത് 20 ആയിരിക്കും. d എന്നുള്ളത് വ്യത്യാസം, ശ്രേണികളിലെ രണ്ട് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസമാണ്, ഡിഫറൻസ് ആണ് d എന്ന് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇക്വേഷൻ ഓർത്ത് വെക്കുക. x1, x2, xn എന്നീ ശ്രേണിയിൽ n പദങ്ങളുടെ തുക ഈക്വൽ ടു n/2 into x1 plus xn. ഇതിൽ xn കാണുന്നത്, അതായത് n-ാം പദം കാണുന്നത് ഇക്വേഷൻ x1 plus n-1 into d. d ഡിഫറൻസ് s1 എത്രാമത്തെ ആദ്യ പദം, x1 എന്നുള്ളത് ആദ്യ പദം എന്നുള്ളതാണ്. ഓക്കെ, ഈ ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഈ ഇക്വേഷൻ n പദങ്ങളുടെ തുക then x1 എങ്ങനെയാണ് കാണുന്നത്, ഈ രണ്ട് ഇക്വേഷനും മനസ്സിലുണ്ടാവണം. ഓക്കെ, then നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇത് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്ന 6, 10, 14 എന്ന സമാന്തര ശ്രേണി, ഫസ്റ്റ് അതിന് എടുക്കാം. 6, 10, 14 അല്ലെ, 6, 10, 14 ഇങ്ങനെയാണ് ശ്രേണി വരുന്നത്. ഓക്കെ, ഇതിലെ 20-ാം പദമാണ് 20 പദങ്ങളുടെ തുകകൾ. രണ്ട് ശ്രേണി തന്നിട്ടുണ്ട്, 6, 10, 14, 15, 19, 23. 15, 19, 23 എന്നീ ശ്രേണിയിൽ 20 പദങ്ങളുടെ തുകയാണ് നമുക്ക് കാണുന്നത്. 20 പദങ്ങളുടെ, ഈ രണ്ട് പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് കാണുന്നത്. തുക കാണുക ഫസ്റ്റ്, എന്നിട്ട് വ്യത്യാസം കാണുക. ഓക്കെ,
ഫസ്റ്റ് നമുക്ക് ഈ ശ്രേണി എടുക്കാം. 6, 10, 14. ഈ ശ്രേണിയിൽ x1 ആദ്യ പദം എന്താണ് തന്നിരിക്കുന്നത് നോട്ട് ചെയ്യുക. x1 ഈക്വൽ ടു 6. ഇതിൽ ഡിഫറൻസ് എത്രയാണ്? d എന്നുള്ളത് 4 ആണ്. രണ്ട് സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് 6നോട് 10 തമ്മിൽ ഡിഫറൻസ് 4, 10 14 തമ്മിൽ ഡിഫറൻസ് 4. അതായത് ഡിഫറൻസ് ശ്രേണികളിലെ സംഖ്യകൾ തമ്മിൽ ഡിഫറൻസ് ആണ് 4. ഇവിടെ 20ാം പദം നമുക്ക് തന്നിട്ടില്ല അല്ലെ? അപ്പൊ അത് നമുക്ക് കാണുക. S20 ഫസ്റ്റ് അത് കാണും. S20 ഈക്വൽ ടു 20ാം പദം എന്താണ്? എന്നിട്ടാണ് തുക കാണുന്നത്. 20ാം പദം എന്നുള്ളത് x1 പ്ലസ് 20 മൈനസ് n മൈനസ് 1 ഇൻറ്റു d ആണ്. ഇക്വേഷൻ ഫസ്റ്റ് എഴുതാം. x1 ഈക്വൽ ടു എന്നിട്ട് സോൾവ് ചെയ്യാം. x1 6 പ്ലസ് 20 മൈനസ് 1 19 ഇൻറ്റു 4. ഓക്കെ, 20 മൈനസ് 1 19 ഇൻറ്റു d എന്നുള്ളത് 4 ആണ്. അപ്പോൾ 6 പ്ലസ് 19 ഇൻറ്റു 4 എത്രയാണ്? 19 2 38 38 76. 76 പ്ലസ് 6 82 കിട്ടി. S20 20ാം പദം നമുക്ക് കിട്ടി 82. നമുക്ക് ചോദിച്ചിരിക്കുന്നത് 20 പദങ്ങളുടെ തുകയാണ്. 20 പദങ്ങളുടെ തുക n/2 ഇൻറ്റു x1 പ്ലസ് S20. അതായത് ആദ്യ പദവും n-ാം പദവും കൂട്ടി എന്നിട്ട് സംഖ്യകൾ കൊണ്ട് ഗുണിച്ചതിന്റെ പകുതിയാണ്. ഓക്കെ, ഹിയർ n ഈക്വൽ ടു 20. 20/2 ഇൻറ്റു x1 നമുക്ക് അറിയാം 6. S20 നമ്മൾ സോൾവ് ചെയ്ത് കണ്ടുപിടിച്ച് 82. ഇതിൽ സോൾവ് ചെയ്യാം. 20 മൈനസ് 2 10 10 ഇൻറ്റു 82 ഇൻറ്റു 20/2 10 10 ഇൻറ്റു 82 പ്ലസ് 6 88. 88 ഇൻറ്റു 10 എത്രയാണ്? 880. കണ്ടുപിടിച്ചില്ലേ? അങ്ങനെയാണ് 20 പദങ്ങളുടെ തുക. 6, 10, 14 എന്നീ ശ്രേണിയാണ്. അപ്പോൾ x1 ഈക്വൽ ടു 6, d 4 കിട്ടി ഡിഫറൻസ്. ദെൻ S20 നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ 20 പദങ്ങളുടെ തുക എന്നുള്ളത് 20/2 ഇൻറ്റു x1 പ്ലസ് S20. അതായത് ആദ്യ പദം പ്ലസ് 20ാം പദം. ദെൻ നമ്മൾ സോൾവ് ചെയ്ത് 880 കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് ഇവിടെ എഴുതാം. 20 പദങ്ങളുടെ തുക 6, 10, 14 എന്നീ ശ്രേണിയിൽ 20 പദങ്ങളുടെ തുക 880 ആണ്. 880. ഓക്കെ, ഇത് മായ്ച്ചു കളയാം. ദെൻ നെക്സ്റ്റ് വൺ 15, 19, 23 എന്നീ ശ്രേണി. അതിന്റെയും 20 പദങ്ങളുടെ തുക കാണും അല്ലെ? 15, 19. അതിൽ x1 എന്നുള്ളത് 15 ആണ്. ഡിഫറൻസ് 4 തന്നെയാണ് ഇവിടെ. 15, 19 മൈനസ് 15 4, 23 മൈനസ് 19 4. ഡിഫറൻസ് 4 തന്നെയാണ്. d ഈക്വൽ ടു 4. ദെൻ S20 20ാം പദം നമ്മൾ കണ്ടുപിടിക്കുന്നു. എങ്ങനെ? x1 പ്ലസ് 20 n മൈനസ് 1 ഇൻറ്റു d. x1 എന്നുള്ളത് 15, 20 n-ാം പദം 20 ആണ്. അപ്പൊ 20 മൈനസ് 1 19, 19 ഇൻറ്റു 4. ദെൻ 15 പ്ലസ് 19 ഇൻറ്റു 4 എത്രയാണ്? 38 76 76. ഇനി സം ചെയ്യുക. 76 5 81 91. S20 എത്ര നമുക്ക് കിട്ടി? 91 കിട്ടി. ദെൻ 20 പദങ്ങളുടെ തുക 20 പദങ്ങളുടെ തുക ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് S20. ഓക്കെ, 20 n എന്നുള്ളത് 20 ആണ്. 20/2 x1 എന്നുള്ളത് 15 ആണ്. 15 പ്ലസ് S20 നമുക്ക് ലഭിച്ചിരിക്കുന്നത് 91. Then 20/2 10 10 ഇൻറ്റു 15 പ്ലസ് 91 എത്രയാണ്? 91 96 106 1060 ലഭിച്ചു. 20 പദങ്ങളുടെ തുക ഇവിടെ 1060. 1060. ഓക്കെ, മനസ്സിലായില്ലേ? S20 കണ്ടുപിടിച്ചു, 20ാം പദം കണ്ടുപിടിച്ചു. 20 പദങ്ങളുടെ തുക എന്നുള്ളത് n/2 ഇൻറ്റു x1 പ്ലസ് S20. 20/2 ഇൻറ്റു 15 പ്ലസ് 91. അപ്പൊ 10 ഇൻറ്റു 106 1060 ലഭിച്ചു. അപ്പൊ 20 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചു. 2 ശ്രേണിയിലെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതല്ല. എന്താണ് ചോദിച്ചിരിക്കുന്നത്? രണ്ടും തമ്മിലുള്ള 2 ശ്രേണിയിലെ 20 പദങ്ങൾ തമ്മിലുള്ള 20 പദങ്ങളുടെ തുകകൾ തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇതിന്റെ ഡിഫറൻസ് കാണാം.
രണ്ട് നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. 20 പദങ്ങളുടെ തുക 1060, ഡിഫറൻസ് കാണുന്നത് 1060 മൈനസ് മറ്റേ അടുത്ത ശ്രേണിയിലെ 850 കിട്ടി. ജസ്റ്റ് ഡിഫറൻസ് കാണുക, കുറക്കുക. ദെൻ 8 6 8 8 6 9 180. അപ്പൊ ഉത്തരം എത്രയാണ്? 180. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. സി. അണ്ടർസ്റ്റുഡ്? നെക്സ്റ്റ് വൺ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററും ആയാൽ ചതുരത്തിന്റെ നീളം, വീതി എന്നിവ എത്രയായിരിക്കും? ഒന്നുകൂടി ക്വസ്റ്റ്യൻ പറയാം. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററും ആയാൽ ചതുരത്തിന്റെ നീളം, വീതി എന്നിവ എത്രയായിരിക്കും? ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ 40 10, ഓപ്ഷൻ ബി 35 15, ഓപ്ഷൻ സി 28 32, ഓപ്ഷൻ ഡി 30 20. എങ്ങനെ സോൾവ് ചെയ്യാം? അതാണ് നെക്സ്റ്റ് സെഷനിൽ പറയുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഓക്കെ. ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 106 മീറ്ററും ഒരു ചതുരത്തിന്റെ ചുറ്റളവ് 100 മീറ്ററും പരപ്പളവ് 525 ചതുരശ്ര മീറ്ററുമാണ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ചതുരത്തിന്റെ നീളം, വീതി എന്നിവ കാണുക. നീളം, വീതി എന്നിവ എത്രയായിരിക്കും? താഴെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം? ചതുരത്തിന്റെ ചുറ്റളവ് 100 മീറ്റർ. ചതുരത്തിന്റെ ചുറ്റളവ്, ചതുരം എ ബി എടുത്താൽ ചതുരത്തിന്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? ചതുരത്തിന്റെ ചുറ്റളവ് ഈക്വൽ ടു, ഇക്വേഷൻ എല്ലാത്തിന്റെയും ഓർത്ത് വെക്കേണ്ടതാണ്. എങ്ങനെയാണെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ഓക്കെ. ചതുരത്തിന്റെ ചുറ്റളവ് ഈക്വൽ ടു 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. ഓക്കെ. 2 ഇൻറ്റു നീളം പ്ലസ് വീതിയാണ്. നീളം പ്ലസ് വീതി, അതാണ് ചുറ്റളവ്. പരപ്പളവോ? പരപ്പളവ് ഈക്വൽ ടു, ഇവിടെ എ ബി ആണ് നീളം, ഇത് എ നീളം, ബി വീതി. ഓക്കെ. പരപ്പളവ് ഈക്വൽ ടു നീളം ഇൻറ്റു വീതി, അതായത് എ ഇൻറ്റു ബി. ഇവിടെ 2 ഇൻറ്റു എ പ്ലസ് ബി. ഇത് മനസ്സിലുണ്ടാവണം ഈ ഇക്വേഷൻ. ചുറ്റളവ് എന്താണ്, പരപ്പളവ് എന്താണ്. ദെൻ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് ചതുരത്തിന്റെ ചുറ്റളവ് 100 മീറ്റർ. ചതുരത്തിന്റെ, ഇത് മായ്ച്ചു കളയാം. ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് തന്നിരിക്കുന്നത്? 100 മീറ്റർ. പരപ്പളവ് 525 ചതുരശ്ര മീറ്റർ. ഓക്കെ. ദെൻ ചതുരത്തിന്റെ ചുറ്റളവ് എന്താണ്? 2 ഇൻറ്റു നീളം പ്ലസ് വീതി ഈക്വൽ ടു 100 മീറ്റർ. ദെൻ നീളം പ്ലസ് വീതി ഈക്വൽ ടു 50 മീറ്റർ. എങ്ങനെ കിട്ടി? 100/2 50 മീറ്റർ. അതായത് നമുക്ക് ഇങ്ങനെ അനുമാനത്തിൽ നീളവും വീതിയും കൂട്ടിയാൽ ഈ ചതുരത്തിന്റെ നീളവും വീതിയും 50 മീറ്റർ ആയിരിക്കും. ഓക്കെ. 50 മീറ്റർ കൂടില്ല നീളവും വീതിയും. അത് നമുക്ക് ആ അനുമാനത്തിലെത്താം. നീളവും വീതിയും കൂട്ടിയാൽ നീളത്തിന്റെയും വീതിയുടെയും തുക 50 മീറ്റർ. ഓക്കെ. ദെൻ ആയതിനാൽ നമുക്ക് എങ്ങനെ എടുക്കാം? നീളം ഈക്വൽ ടു 25 പ്ലസ് എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഏത് സംഖ്യയുമാകാം. എക്സ് അതായത് 25 കൂടാം നീളം. വീതി എന്നുള്ളത് 25 മൈനസ് എക്സ്, അതായത് 25 കുറയാം. അതാണ് സംഖ്യകളായിട്ട് വരികയുള്ളൂ. കാരണം എന്താണ്? നീളം പ്ലസ് വീതി 50 ആണ്. അങ്ങനെ നീളം വീതി തുല്യത ഒരിക്കലും പാലിക്കില്ല. അങ്ങനെയാണ് സമചതുരം എന്ന് പറയും. ഒന്നെങ്കിലേക്ക് നീളം കൂടും അല്ലെങ്കിൽ വീതി കുറയും, അങ്ങനെയായിരിക്കും സാധ്യത. അതിനാലാണ് 25 പ്ലസ് എക്സ്. 25 മേലെ വരാം എക്സ്. നീളം വീതി 25 കുറയുകയും ചെയ്യാം. അപ്പൊ ഈ ഇക്വേഷൻ എടുക്കാം. നീളം 25 പ്ലസ് എക്സ്, വീതി 25 മൈനസ് എക്സ്. ഓക്കെ. ദെൻ നമുക്ക് സോൾവ് ചെയ്യാം. എങ്ങനെ സോൾവ് ചെയ്യാം? പരപ്പളവ് നമുക്ക് തന്നിട്ടുണ്ട്. പരപ്പളവിന്റെ ഇക്വേഷൻ നീളം ഇൻറ്റു വീതിയാണ്. ഓക്കെ. പരപ്പളവ് നീളം ഇൻറ്റു വീതി, നീളം ഇൻറ്റു വീതി. ഓക്കെ. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ വരും? 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ് അല്ലെ? നീളം 25 പ്ലസ് എക്സ് നമ്മൾ കിട്ടിയിട്ടുണ്ട്. 25 മൈനസ് എക്സ് വീതി. ദെൻ ഇക്വേഷൻ എങ്ങനെയാകും? 25 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, അതായത് 625 മൈനസ് എക്സ് സ്ക്വയർ. അതിന് കിട്ടി ആ
സമവാക്യമുണ്ട് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഈക്വൽ ടു എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മാത്രമേ സോൾവ് ചെയ്യാൻ കഴിയൂ. 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ്, 25 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ദെൻ 625 മൈനസ് എക്സ് സ്ക്വയർ. പരപ്പളവ് നമുക്കറിയാം എന്താണ് 525. അപ്പൊ ഇതെങ്ങനെ സോൾവ് ചെയ്യാം? 625 മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എന്താണ് പരപ്പളവ് 525. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിച്ചൂടെ ദ്വിമാന സമവാക്യം പ്രകാരം? ഓക്കെ, എക്സ് സ്ക്വയർ ഈക്വൽ ടു 100. എങ്ങനെ കിട്ടി 100? എക്സ് സ്ക്വയർ 525 സമത്തിന്റെ ഇപ്പോഴും മൈനസ് ആയി. എക്സ് സ്ക്വയർ ഈക്വൽ ടു 625 മൈനസ് 525, then എക്സ് സ്ക്വയർ ഈക്വൽ ടു 100, then എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് 100. എത്രയാണ്? 10. എക്സ് 10 കിട്ടി. എന്നാൽ എക്സ് അല്ല നമുക്ക് കാണേണ്ടത്, നീളവും വീതിയുമാണ്. നീളം ഇവിടെ നമ്മൾ ഇക്വേഷൻ നോക്കുക, 25 പ്ലസ് എക്സ് ആണ് നീളം. അങ്ങനെയാണെങ്കിൽ സോൾവ് ചെയ്യാം. നീളം ഈക്വൽ ടു 25 പ്ലസ് എക്സ്, 25 പ്ലസ് എക്സ് 10. അപ്പൊ നീളം 35, വീതി 25 മൈനസ് എക്സ്, 25 മൈനസ് 10 15. അപ്പൊ 35 15. നീളം 35 മീറ്റർ, വീതി 15 മീറ്റർ. ആ ഓപ്ഷൻ ഉണ്ടോ തന്നിരിക്കുന്നതിൽ? ഉണ്ടല്ലേ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി 35 15. ഓക്കെ, എങ്ങനെ കിട്ടിയെന്ന് മനസ്സിലായില്ലേ? ആദ്യം ചതുരത്തിന്റെ ചുറ്റളവ് നമുക്ക് തന്നിട്ട് എടുത്തിടുക. 100 മീറ്റർ, പരപ്പളവ് 525. ദെൻ ഇക്വേഷൻ പ്രകാരം 2 നീളം പ്ലസ് വീതിയാണ് ചുറ്റളവ്. അങ്ങനെയാണെങ്കിൽ നീളം പ്ലസ് വീതി 50 ആയിരിക്കും. ഓക്കെ, നീളം വീതിയുടെ തുക 50 ആണ്. അപ്പൊ നീളം നമുക്ക് 25 പ്ലസ് എക്സ് എടുക്കാം, വീതി 25 മൈനസ് എക്സ്. ഇതെങ്ങനെ എടുത്തിരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു, 25 കൂടാൻ പാടില്ല, അതായത് നീളത്തിനേക്കാളും കുറവായിരിക്കും വീതി. ദെൻ പരപ്പളവ് നീളം ഇൻറ്റു വീതിയാണ്. ദെൻ ആ ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 25 പ്ലസ് എക്സ് ഇൻറ്റു 25 മൈനസ് എക്സ്. ദെൻ നമുക്ക് സോൾവ് ചെയ്യാം. 625 മൈനസ് എക്സ് സ്ക്വയർ കിട്ടി. പരപ്പളവ് 525 എന്ന് തന്നിട്ടുണ്ട്. ദെൻ എക്സ് കണ്ടുപിടിച്ചു. ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. നീളം 25 പ്ലസ് എക്സും വീതി 25 മൈനസ് എക്സ്. ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ നീളവും വീതിയും നമുക്ക് കിട്ടും. ഓക്കെ, അണ്ടർസ്റ്റുഡ്? കാറ്റഗറി 3 മാത്സ് ക്വസ്റ്റ്യൻ അനാലിസിസ് പാർട്ട് 1 സെഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങളുടെ വോളിൽ ലഭ്യമാവുകയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആൻഡ് ഷെയർ ദിസ് വീഡിയോ ഓൾസോ. കേട്ടിട്ടുമായി റിലേറ്റ് ചെയ്യുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാൻ പഠിപ്പുര A to Z ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ. ബൈ.